റേഷ്യോസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് പ്രപ്പോർഷൻസ് ആണ്. ഇതിലോട്ടൊക്കെ പോകുന്നതിനേക്കാൾ മുമ്പേ ഞാൻ റിപ്പീറ്റ് ചെയ്യട്ടെ, റേഷ്യോ ആയിക്കോട്ടെ, ഈ ഒരു പ്രപ്പോർഷൻ ആയിക്കോട്ടെ, ന്യൂമറിക്കൽ സ്കിൽസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മാത്തമാറ്റിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് BBA BComനുള്ള പേപ്പറിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് LR പോറ്റിയുടെ ടെക്സ്റ്റ് ബുക്കാണ്. സോ അതിനകത്തുള്ളത് മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ റേഷ്യോ പ്രപ്പോർഷൻസിലൊക്കെ നമുക്ക് എണ്ണിയാ തീരാത്തത്ര മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കോൺസെപ്റ്റ്സും ഉണ്ട്. ഓക്കെ, സോ ഞാൻ എൻ്റെ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നതിന് ആ ബുക്കിനോട് ചേർന്നിട്ടാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിലുണ്ടാവണം എന്നില്ല. ഓക്കെ, സോ ആ ബുക്കിനകത്ത് എന്താണോ പറയുന്നത് അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ സിലബസിനകത്ത് പ്രിഫർ ചെയ്യുന്ന ബുക്സ് LR പോറ്റിയുടേതാണ്. ഓക്കെ, പ്രപ്പോർഷൻസ്. നമ്മൾ റേഷ്യോ പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചത്. രണ്ട് നമ്പർ എയും ബിയും 2 നമ്പേഴ്സ് ആണെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ റേഷ്യോസ് എന്ന് വിളിക്കുന്നത്. ഇനി പ്രപ്പോർഷൻ ആണെങ്കിൽ നിങ്ങൾ ആദ്യം അറിഞ്ഞോ, പ്രപ്പോർഷനിൽ മിനിമം 4 നമ്പേഴ്സ് ഉണ്ടായിരിക്കണം. അതിൻ്റെ മീനിങ് ഇങ്ങനെയാണ് ഉണ്ടാവുക. പ്രപ്പോർഷൻ 4 ഇല്ലേ, A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. അപ്പോൾ 4. സോ 4 നമ്പേഴ്സ് വേണം. പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേഷ്യോസ് ആണ്. രണ്ട് റേഷ്യോകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പ്രപ്പോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ A, B, C, D. ഓക്കെ, ഞാനൊരു നമ്പർ ഇവിടെ ഇടുവാണെങ്കിൽ ഞാനിവിടെ 3:4. എക്ക് പകരം 3, ബിക്ക് പകരം 4, സിക്ക് പകരം ഞാൻ 12 ആൻഡ് ഡിക്ക് പകരം 16 ഇങ്ങനെ ഇട്ടെന്ന് വെച്ചോ. ഓക്കെ, സോ 4 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു പ്രപ്പോർഷൻ ആണ്. ഇനി ഈ പ്രപ്പോർഷൻ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇതിനെ റേഷ്യോ ആയിട്ട് എഴുതുക എങ്ങനെയാണ്? ഈ റേഷ്യോനെ നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പഠിച്ചില്ലേ അല്ലേ? 3/4 എന്ന് എഴുതാം. is equal to 12/6. 3/4 is equal to 12/6 ഇങ്ങനെ എഴുതാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഒരു ഫോമിലാവുകയാണെങ്കിൽ നമുക്കത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമെന്നും അറിയാം അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്. അപ്പോൾ ഇത് നോക്കി, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 ഏതാടാ? A അല്ലേ? 4 ഏതാ? B. 12 എന്ന് പറഞ്ഞാൽ C. 16 എന്ന് പറഞ്ഞാൽ ഡീൻ്റെ പൊസിഷനിലുള്ള ഒരു സംഭവം അല്ലേ? അപ്പോൾ ഞാനിത് 3 × 16 ചെയ്യാണ്. 3 × 16 എത്ര കിട്ടാൻ നോക്കിയേ? 8 1 48. ഇനി 12 × 4 അല്ലേ? 4 × 12. സോ 12 × 4 അല്ലേ? 4 × 12 അതും എത്ര കിട്ടുക? 48. അപ്പം ഈ ഭാഗവും സെയിം ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്താ എഴുതിയ? AD അല്ലേ? AD, അതായത് AD is equal to BC അല്ലേ? അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ്, ഇഫ് A is to B is equal to C is to D, then ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു നമ്പർ പ്രപ്പോർഷനിൽ ആണെങ്കിൽ AD is equal to BC. ഓക്കെ, അതായത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഏത് നമ്പേഴ്സ് ആടാ? ഒന്ന് എയും ഡിയും, ഇതോ ബിയും സിയും. ഇത് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, വേറെയും കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമുക്ക് അതിൻ്റേതായ കോൺസെപ്റ്റിൽ വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊരു പ്രോബ്ലം ചെയ്തു പറയാം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ഫൈൻഡ് 4th പ്രപ്പോർഷൻ ഓഫ് 3, 4, 12. അപ്പോൾ പ്രപ്പോർഷനിൽ നമുക്ക് മിനിമം 4 നമ്പേഴ്സ് എങ്കിലും വേണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതിൽ 3, 4, 5 4th പ്രപ്പോർഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അടുത്ത വരുന്ന പ്രപ്പോർഷൻ ഏതാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, ഇതിനെ നമ്മൾ ആദ്യം ഈ റേഷ്യോ ഫോമിലോട്ട് എഴുതണം. 3, 4 അപ്പം അടുപ്പിച്ച് വരുന്നത് 3:4 is equal to 12 is to അറിഞ്ഞൂടാ എക്സ് അറിയില്ലല്ലോ, അത് കണ്ടുപിടിക്കാനാണ് പറയുന്നത് എക്സ്. അപ്പം ഞാൻ ഇതിന് എന്ത് ചെയ്യുന്നു? 3/4 is equal to 12/x.
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ആദ്യം തന്നെ ഇതങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി, ബിക്കോസ് ഇതിനെ കൊണ്ട് ഇൻറ്റു ചെയ്യണം, ഇതിനെ കൊണ്ട് ഇൻറ്റു ചെയ്യണം എന്നാണ്. ബട്ട് നമുക്ക് ഈ വഴിയിലൂടെ പോകാൻ സംശയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 3x ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 4 എന്ന് പറയുമ്പം 48. അപ്പോൾ x ഈസ് ഈക്വൽ ടു 48/3 16. സോ ഫോർത്ത് പ്രപ്പോർഷൻ ഇസ് 16. ഓക്കെ, ഇനി ഒരു കണക്കും കൂടി ചെയ്തുതരാം. തേർഡ് പ്രപ്പോർഷൻ കാണുന്ന ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് പ്രപ്പോർഷനാണ് കണ്ടുപിടിക്കേണ്ടത്? മൂന്നാമത്തെ പ്രപ്പോർഷൻ. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്നത് 4 and 12. ഓക്കെ, ഇവിടെ 2 നമ്പറാണ് തന്നത്. നിങ്ങളോട് തേർഡ് പ്രപ്പോർഷൻ, അതായത് ഇനി വരുന്ന പ്രപ്പോർഷൻ കണ്ടുപിടിക്കാനാണ് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയില്ലേ? അങ്ങനെയുള്ള കേസിൽ നമ്മളെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ 4 പിന്നെ അടുത്തത് 12 ആണ്, ഈസ് ഈക്വൽ ടു വീണ്ടും ഈ 12 ഇവിടെ എഴുതുക, 12:x എന്ന് എഴുതാം. ഓക്കെ, റിപ്പീറ്റിംഗ് ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ 4:12 ഈസ് ഈക്വൽ ടു അഗെയിൻ ഈ 12 നമ്മൾ റിപ്പീറ്റ് ചെയ്യും, 12:x എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ ഇത് സോൾവ് ചെയ്യും. ഇവിടെ ഇങ്ങനെ വരും, ഇവിടെ 12/x വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 4xും വരും, 12 ഇൻറ്റു 12 വരും, 12 ഇൻറ്റു 12 144 അല്ലേ. അപ്പോൾ x ഈസ് ഈക്വൽ ടു 36 വരും. ചെയ്ത് നോക്കിയാൽ മതി. സോ തേർഡ് പ്രപ്പോർഷൻ ഈസ് ഈക്വൽ ടു 36. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഫോർത്ത് പ്രപ്പോർഷൻ കാണാൻ പഠിപ്പിച്ചെന്നു, തേർഡ് പ്രപ്പോർഷൻ കാണാൻ പഠിപ്പിച്ചെന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, ആ 12ൻ്റെ, അത് തന്നെയാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കിയാട്ടെ. 12:, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു നമ്പർ അവിടെ കൊടുക്കുവാണ്. ഈ ഒരു പ്രപ്പോർഷൻ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുന്നുണ്ടോ? ഇതേ നമ്പറാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ABCD എന്ന് എഴുതി വെക്കല്ലോ. അപ്പോൾ ഇത് A ആയിരിക്കും ഫസ്റ്റത്തെ, ഇത് B. അതേ B തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഈസ് ടു, അപ്പോൾ ഈ നമ്പർ എന്താവും? C എന്നേ പറയുള്ളൂ ഇതിനെ. ഓക്കെ, തേർഡ് നമ്പർ D ഇല്ല ഇതിൽ, ബിക്കോസ് ഈ 2 നമ്പറും എന്താ സെയിം ആണ്. സോ ഇതിനെ നമ്മൾ A:B ഇസ് ഈക്വൽ ടു B:C എന്ന് പറയും. ഓക്കെ, അങ്ങനെയുള്ള ഈ ഒരു സംഭവത്തിൽ ഈ ബീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീൻ പ്രപ്പോർഷൻ. ഓക്കെ, മീൻ പ്രപ്പോർഷൻ. ഈ ഒരു ഇതിലാണെങ്കിൽ ഏതാ നമ്മുടെ മീൻ പ്രപ്പോർഷൻ? 12 ആണ് നമ്മുടെ മീൻ പ്രപ്പോർഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന ഒരു കണക്ക് നമുക്ക് അതിൻ്റെ ബേസിൽ ചെയ്യാം. ഫൈൻഡ് ദ മീൻ പ്രപ്പോർഷൻ എന്ന ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി മീൻ പ്രപ്പോർഷൻ. അപ്പം മീൻ പ്രപ്പോർഷൻ എന്ന് പറയുമ്പം ഈ ഒരു സംഭവം ഇങ്ങനെ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഈ 2 നമ്പറും സെയിം ആയിരിക്കും. സോ മീൻ പ്രപ്പോർഷൻ ആ കണ്ടത് 3 and 12 ആണ് ക്വസ്റ്റ്യനിൽ തന്നത്. 3 and 12. 3 and 12. അപ്പോൾ ഇത് ഞാൻ എഴുതുന്ന നോക്കിക്കോ. നമുക്ക് മീനാ കാണേണ്ടത്. ഏതാ ഈ മീൻ പ്രപ്പോർഷൻ എന്ന് പറയുന്ന നമ്പേഴ്സ്? ഈ 2 അല്ലേ. അപ്പോൾ 3A സ്ഥലത്ത് ഞാൻ 3 എഴുതും. മീൻ പ്രപ്പോർഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെയും ഞാൻ x എഴുതും, ഇവിടെയും ഞാൻ x എഴുതും. ഓക്കെ, ബിക്കോസ് ഇതാണ് മിസ്സിങ്. ഈസ് ടു 12 ഇങ്ങനെ വേണം എഴുതാൻ. ഇനി ഞാനിത് സോൾവ് ചെയ്യുന്നത് നോക്കിക്കോ. 3/x ഇതിനെ ഫ്രാക്ഷനിലാക്കുമ്പോൾ x/12. അപ്പോൾ ഇതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ആണ്, ഇതിനെ ഇങ്ങനെ. അപ്പോൾ ഞാൻ ആദ്യം 3 × 12 ചെയ്യട്ടെ. അതിനെനിക്ക് 36 കിട്ടും അല്ലേ. 12 × 3 36. x × x എത്രയാടാ? x × x 2x ആണോ അല്ലെങ്കിൽ x × x ആണോ? ഏതാണ്? ഇതാണ് ശരി. ഇത് പ്ലസ് ആട്ടാ. x + x ആണ് 2x. ഓക്കെ, x × x² അപ്പം 36 ഈസ് ഈക്വൽ ടു x². ഞാൻ തിരിച്ചെഴുതാം. x² ഈസ് ഈക്വൽ ടു 36. അപ്പോൾ x എത്രയാ?
റൂട്ട് 36 സ്ക്വയർ പോകുമ്പോൾ ഇപ്പുറത്ത് റൂട്ട് വരും. അപ്പോൾ ദിസ് 6. അപ്പോൾ ഈ നമ്പർ ഇവിടെ എന്താ കിട്ടേണ്ടത്? 6. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമ്പർ എടുക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. മീൻ പ്രപ്പോർഷനാണ് കാണണ്ടേ. ഏതാണ് ഈ മീൻ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്? ഈ രണ്ട് നമ്പേഴ്സ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഏകദേശം അതായിരിക്കും വരികയുള്ളൂ എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഇനി ഒരു ഫോർത്ത് പ്രപ്പോർഷൻ കാണാനുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ഞാൻ ചെയ്യുന്നില്ല. 3, 5, 9 ലാസ്റ്റ് എക്സ്. അപ്പോൾ 3:5 ഇങ്ങനെ എടുത്ത് 15 കിട്ടും. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമ്മളോട് ഒരു 4 നമ്പേഴ്സ് തന്നിട്ട് ചോദിക്കും, ഈ തന്നിരിക്കുന്നത് പ്രപ്പോർഷനിലാണോ അല്ലയോ. ഓക്കെ, ഫൈൻഡ് വെദർ നെക്സ്റ്റ് ടൈപ്പാണ്. ഇതിപ്പോൾ നമ്മൾ ഒന്നാമത്തെ സെറ്റാണ് ചെയ്തത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. ഓക്കെ, സോ അതിലെന്താ വരുന്നതെന്ന് വെച്ചാൽ വിസിബിൾ അല്ലേ? ഓക്കെ, ഫൈൻഡ് വെദർ ദി ഫോളോയിങ് നമ്പേഴ്സ്, തന്നിരിക്കുന്ന നമ്പേഴ്സ് പ്രപ്പോർഷണൽ ആണോ അല്ലയോ, ഇൻ പ്രപ്പോർഷൻ ഓർ നോട്ട്. ഓക്കെ, അപ്പോൾ 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ നമ്പർ ഞാനിവിടെ എഴുതട്ടെ. 12 തന്നിന്, 18 തന്നിന്, 26 തന്നിന്, 39 തന്നിന്. സോ നിങ്ങളോട് ചോദിക്കുന്നത് ഈ 4 നമ്പർ പ്രപ്പോർഷണൽ ആണോ അല്ലയോ, ഇൻ പ്രപ്പോർഷൻ ഓർ നോട്ട്. നമുക്കറിയാം ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി ആണെങ്കിൽ എ ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു സി അല്ലേ. നമ്മൾ അതേ വഴിയിൽ ചെയ്താൽ മതി. നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണത്തിന് റേഷ്യോ പോലെ എഴുതി ഈസ് ഈക്വൽ ടു സൈൻ ഇട്ട് 26 × 39 ചെയ്തു. ദെൻ നമ്മൾ അതിനെ ഫ്രാക്ഷൻ ആക്കുന്നു. ഈസി വേ എന്ന് പറഞ്ഞാൽ ഇത് ഇൻറ്റു ഇത് ചെയ്യുക. രണ്ടും ഈക്വൽ ആണോ അല്ലയോ നോക്കലാണ്. ബട്ട് നമുക്ക് എല്ലാത്തരം കുട്ടികളും ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നു. അപ്പം 12 × 39ഉം 18 × 27. 12 × 39 ചെയ്താൽ 468 കിട്ടും. ആൻഡ് 18 × 26 ചെയ്താലും 468 കിട്ടും. അപ്പം അതിൻ്റെ മീനിങ് എന്താ? ദീസ് നമ്പേഴ്സ്. അപ്പം നിങ്ങളിവിടെ എഴുതുക, ദീസ് നമ്പേഴ്സ് ആർ ഇൻ പ്രപ്പോർഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ പ്രപ്പോർഷൻ. നമുക്ക് വേറൊരു കണക്ക് ചെയ്ത് നോക്കാം. അത് റിലേറ്റഡ് ആയിട്ട് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. പ്രപ്പോർഷൻ ഓർ നോട്ട് ആണെന്ന് നോക്കാൻ. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നമ്മൾ ഇതിനെ റേഷ്യോയിലോട്ട് ഇങ്ങനെ എഴുതി നോക്കും. എന്നിട്ട് 40:45 ചെയ്യും. ഓക്കെ, ഇതിനെ നമ്മൾ ചെയ്യുമ്പം 20/25 40/45 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ കിട്ടും. 900 ഈസ് നോട്ട് ഈക്വൽ ടു ഇവിടെ ഇപ്പുറം 1000 കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? ദീസ് numbers are not in proportion. ഓക്കെ, ജസ്റ്റ് നിങ്ങളിതാ ഈ ഫസ്റ്റും ഫോർത്തും നമ്പർ ഇൻറ്റു ചെയ്യുക, ഇത് രണ്ടും ഇൻറ്റു ചെയ്യുക, ഈക്വൽ ആണോ അല്ലയോ എന്ന് നോക്കുക. എളുപ്പ വഴി. അല്ലെങ്കിൽ നിങ്ങളിതാ ഇതേപോലെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അറൗണ്ട് രണ്ട് വണ്ണം ചെയ്തു. ഒന്ന് പ്രപ്പോർഷൻസ് കണ്ടുപിടിക്കുക, ഫോർത്ത് പ്രപ്പോർഷൻ, തേർഡ് പ്രപ്പോർഷൻ, മീൻ പ്രപ്പോർഷൻ ഒക്കെ കണ്ടുപിടിക്കാനും ചെയ്തു. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ തന്നിരിക്കുന്ന 4 നമ്പേഴ്സ് പ്രപ്പോർഷൻ ആണോ അല്ലയോ എന്ന് നോക്കി. ഇനി അടുത്ത മോഡൽ നമ്പർ 3. ഇവിടെ നമുക്ക് ഇങ്ങനെ തരും. ഇഫ് 6, പിന്നെ നമ്മളോട് പറയും 4k - 2, പിന്നെ പറയും 35, പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് 6k + 5. ഇങ്ങനെ 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആർ 4 പ്രപ്പോർഷൻസ്. ഇത് 4 പ്രപ്പോർഷൻസ് ആണ്. ഫൈൻഡ് കെ. നിങ്ങളോട് ഇതിൽ കെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രപ്പോർഷൻ ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. പ്രപ്പോർഷൻ ആണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 6:4k - 2 = 35 അല്ലേ. ആദ്യത്തെ രണ്ടെണ്ണം ഈസ് ടു എഴുതുക. അടുത്ത രണ്ട് നമ്പേഴ്സ് 6k + 5. ഒരു വ്യത്യാസമില്ല. ഇവിടെ കുറച്ച് കൂടുതൽ സാധനങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഓക്കെ, കൂടുതൽ സാധനം ഉണ്ടായിക്കോട്ടെ. നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടത്. ഇനി ഞാനിതിനെ റേഷ്യോ പോലെ എഴുതണം. ഓക്കെ, റേഷ്യോ പോലെ എഴുതുമ്പോൾ 6 മുകളിൽ വരും. ഇത് മുഴുവനാണ് സെക്കൻഡ് ബി എന്ന് പറയുന്നത്. അപ്പം 4k - 2. ഇത് 35 ആണ്. ഡിവൈഡഡ് ബൈ ഇത് ഫുൾ താഴെ വരും. 6k + 5 ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 6 എഴുതി,
ബ്രാക്കറ്റിനകത്ത് എന്ത് വേണം? നമ്മളിത് ചെയ്തതാണ് റേഷ്യോക്കകത്ത്. എനിവേ ഞാൻ അതൊന്നും കൂടെ ചെയ്യാണ്. 4k - 2. സോ ഇങ്ങനെ വരും. ഇനി ഇതിനെ നമ്മൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാൻ ഇത് രണ്ടും ആദ്യം ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓക്കെ സി അവിടെ കണ്ടില്ല എന്ന് തോന്നുന്നു, എഴുതിയിട്ടുണ്ട് ഞാൻ. ഇനി 6 × 6 വരും, 36k പ്ലസ് 6 × 5, ഇതേ പ്ലസ് ഇവിടെ എഴുതി. റേഷ്യോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, നമ്മൾ അവിടെ ഇത് ചെയ്തിട്ടുണ്ട്. 35 × 4 ആണ് അടുത്തത്. 35 × 4 എത്രയാണ് വരിക? 140 അല്ലേ? 140k കിട്ടും. മൈനസ് ആണ് സൈന്. 35 × 2 35 35 70 അല്ലേ? 70 കിട്ടും. ഓക്കെ, ഇനി നമ്മളിത് സോൾവ് ചെയ്താൽ നമ്പേഴ്സൊക്കെ ഒരു സൈഡിലും വരും. ഇവിടെ എനിക്ക് 30 ആണ്. 6 × 5 30. ഓക്കെ, അപ്പോൾ നമ്പേഴ്സ് ഇപ്പുറത്ത് വരും, അല്ലെങ്കിൽ ഇതിനെ ഇപ്പുറം കൊണ്ടുവരാം. ഞാൻ നമ്പറിനെ ഇപ്പുറം കൊണ്ടുവരുന്നു. 30 ഓൾറെഡി ഇടിയുണ്ട്. -10 -70 ഇപ്പുറം വരുമ്പം +70 ആവും. 140k ഓൾറെഡി ഈ ഭാഗത്തുണ്ട്. ഇവിടുന്ന് +36 ഇങ്ങോട്ട് വരുമ്പോൾ -36k. ഇത് സോൾവ് ചെയ്യുന്നു. ഈ ഭാഗത്ത് 100 കിട്ടും, ഈ ഭാഗത്ത് 104k കിട്ടും. അപ്പോൾ k = k ഇവിടെ നിൽക്കും, 100 ഇവിടെ ഉണ്ട്. ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പം /104 കിട്ടും. ഒന്നിക്ക് നിങ്ങൾക്ക് ഇതിനെ ഫ്രാക്ഷൻ ആയിട്ട് തന്നെ കാണിക്കാം. അപ്പോൾ ഫ്രാക്ഷൻ ആയിട്ട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇതിനൊന്ന് ചുരുക്കി കഴിഞ്ഞാൽ 25/26 കിട്ടും. ഓക്കെ, 4നെ കൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് ചെറുതാക്കി. അപ്പോൾ ഇതാണ് നമ്മൾ ആൻസർ. ഓ മൈ ഗോഡ്, കണ്ടില്ലേ? ഓക്കെ, സി. അപ്പോൾ ഈ ഒരു k ഇവിടെ വെക്കുക, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 100 / 104 = k കിട്ടും. ഇങ്ങനെ ഫ്രാക്ഷൻ ആയിട്ട് തന്നെ വെക്കാം, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും കൂടി 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ആവും. 25/26 is our ആൻസർ. ഓക്കെ അല്ലേ? എല്ലാത്തിലും നിങ്ങൾ ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാനും അറിയണം. വേറെ വലിയൊരു സംഭവമൊന്നും ഈ പ്രപ്പോർഷനകത്ത് ഇല്ല. ഓക്കെ, ഇനി അടുത്ത മോഡൽ പ്രോബ്ലം. ഇനി നാലാമത്തെ വേറൊരു ടൈപ്പ് പ്രോബ്ലം. ടൈപ്പ് അല്ല, ബട്ട് കുറച്ച് വെറൈറ്റി. a + b = a - b. അപ്പം ഒരു നമ്പർ ഇത്, വേറൊന്ന് ഇത്. ഓക്കെ, = 5:2. അപ്പോൾ ഇത് a, ഇത് b, ഇത് c, ഇത് d. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് b = a. നിങ്ങളോട് b = a എത്രയാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ്. b = a എന്ന് പറഞ്ഞാൽ എന്താ? b കണ്ടുപിടിക്കണം. b എത്രയാണോ കിട്ടുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ b 3 കിട്ടിയെങ്കിൽ 3:a 5 ആണെങ്കിൽ 3:5 ഇതായിരിക്കണം നമ്മൾ ആൻസർ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബിയും എയുമാണ്. സോ ചെയ്യാം, നമുക്ക് അറിയുന്ന പോലെ ചെയ്യാം. ഇതിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കാൻ പറ്റും അല്ലേ? അപ്പം a പാർട്ട്, അതായത് a + b ആണ്, ഡിവൈഡഡ് ബൈ ഇത് a - b = 5/2. നമ്മളെപ്പോഴും ഈസിക്ക് വേണ്ടിയിട്ട് ഇതിന് എന്ത് ചെയ്യലുണ്ട്? ബ്രാക്കറ്റിനകത്ത് ഇടലുണ്ട്. ഇനി ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരും. അപ്പോൾ 2 × a + b, 5 × a - b. ഓക്കെ, ഇനി ഞാൻ ഇതിന് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 2a sin s + 2b = 5 × a 5a - 5 × b 5b. ഓക്കെ, ഇനി ഇതിനെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകൂടെ ഞാനൊന്ന് ചുരുക്കുവാണ്. ബിക്കോസ് ഞാൻ എനെ എല്ലാം ഒരുമിച്ച് ഇപ്പുറം കൊണ്ടിരുന്നു, ബീനെ ഇപ്പുറത്ത് കൊണ്ടിരുന്നു. അപ്പോൾ ഞാനിവിടെ 2a ഇപ്പുറം ഉണ്ട്, 5aനെ ഇപ്പുറം കൊണ്ടിരുന്നത്, +5a ആണ്. ഇങ്ങോട്ട് വരുമ്പം -5a ആവും. = ഓൾറെഡി ഇവിടെ -5b ഉണ്ട്. ഈ +2bനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -2b ആവും. ഓക്കെ,
അപ്പോൾ ഇത് മൈനസിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ചിഹ്നം മാറ്റി ആഡ് ചെയ്യണം. ഇതറിയാത്ത ആൾക്കാർ മെട്രിക്സ് എന്ന് പറഞ്ഞ ആ പ്ലേലിസ്റ്റിനകത്ത് രണ്ടാമത്തെ വീഡിയോക്കകത്ത് ഈ സൈന് മാറിയിട്ട് വരുന്നതിൻ്റെ എഡിഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് പോയി ഒന്ന് കാണാം. അപ്പോൾ ഞാനിവിടെ അത് ചെയ്യാണ്. സൈന് മാറി കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലസ് ആകുമ്പോൾ ഓൾറെഡി ഇതെന്താവും? -5a ആവും. ഓക്കെ, ഇവിടെ അതേപോലെ -5b ഉണ്ട്. ഇവിടെ മൈനസ് ആണ്, അതിനെ പ്ലസ് ആക്കുമ്പോൾ ഇവിടെ -2p. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വേറെ വേറെ ചിഹ്നം. വലുതെന്ന് ചെറുത് കിഴിച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടണം. അപ്പോൾ 5 2 മൈനസ് ചെയ്ത് 3 കിട്ടും. വലിയതിൻ്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ 5 ആണ്. സോ ദിസ് -3a ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും ഒരേ സൈൻ, അപ്പോൾ രണ്ടും ആഡ് ചെയ്തിട്ട് അതേ സൈൻ ഇടണം അല്ലേ? അപ്പം -7b കിട്ടും. രണ്ട് ഭാഗത്തും മൈനസ് ഉണ്ടെങ്കിൽ നമുക്കിത് രണ്ടിനെ ഒഴിവാക്കാം. 3a ഈസ് ഈക്വൽ ടു 7b എന്ന് കിട്ടും. ഓക്കെ, 3a ഈസ് ഈക്വൽ ടു 7b എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, നമുക്കിതിൽ എയും a:b ആവേണ്ടത് അല്ലേ? സോറി, b:a ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഞാൻ ചെയ്യുന്നത് നോക്കിക്കോ. ഓക്കെ, ഇതിൽ ഇനിയും ഞാൻ നമ്പേഴ്സിനെല്ലാം ഒരു ഭാഗത്ത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നമ്പേഴ്സിന്. എന്നിട്ട് ഞാൻ ഈ എനെയും ബിനെയും ഒരു ഭാഗത്തും കൊണ്ടുവരും. അപ്പം ആദ്യം ഞാൻ എൻ്റെ മാത്രം നോക്കാം. എ ഇവിടെ ഇൻറ്റുലാണ് ഉള്ളത്. എ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ ചെയ്യുക? ഡിവൈഡഡ് ബൈ അല്ലേ? താഴെ ഉണ്ടാവും അല്ലേ? ഇവിടെ ഇൻറ്റു ഉള്ളത്, അപ്പോൾ താഴെ ഉണ്ടാവും. ഓക്കെ, ഈ 7 ഇവിടെ ഇൻറ്റു ഉള്ളത്, അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുന്ന് താഴെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ബാക്കി 3 ഉണ്ട്, ഇവിടെ ബാക്കി ബിയും ഉണ്ട്. ഓക്കെ, അത് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ ഉള്ളൂ. ഈ എനെ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരുമ്പം ഇൻറ്റു ഉള്ള ഡിവൈഡഡ് ബൈ ആവും. ഈ 7 ഇൻറ്റു ഉള്ളത് ഇപ്പുറത്ത് വരുമ്പം ഡിവൈഡഡ് ആവും. ഓക്കെ, ഇനി b:a എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷനിലോട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പം b/a എന്നല്ലേ ചെയ്യുക. അപ്പോൾ 3:2 ആണെങ്കിൽ നമ്മൾ ഇതിനെ ഫ്രാക്ഷനിലോട്ട് എന്ന് പറയുമ്പോൾ 3/2 അല്ലേ? അപ്പോൾ b:a എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? b/a. b/a എത്രയാ? 3:7. അപ്പോൾ അതിൻ്റെ റേഷ്യോ എത്രയാടാ? 3:7. b/a 3/7. അപ്പം അതിൻ്റെ റേഷ്യോ 3:7. ഇതൊരു അത്യാവശ്യം നല്ലൊരു പ്രോബ്ലം ആണ്. ഓക്കെ, ആദ്യം നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പോൾ എനെല്ലാം ഒരു ഭാഗത്ത് കൊണ്ടുവന്നു, ബിനെല്ലാം വേറൊരു ഭാഗത്ത് കൊണ്ടുപോയി ഏറ്റവും കുറഞ്ഞതിലോട്ട് നമ്മൾ കൊണ്ടുവന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എനെയും ബിനെയും വീണ്ടും ഒരേ സ്ഥലത്ത് കൊണ്ടുവന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെ, ഇതൊരു വേറൊരു ടൈപ്പ് പ്രോബ്ലം ആണ്. 1-2 തവണ വീട്ടിൽ നിന്ന് ഇരുന്ന് ചെയ്തു നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, നൗ അടുത്ത പ്രോബ്ലം കാണുന്നുണ്ടോ? യെസ്. ഓക്കെ, നെക്സ്റ്റ് 5. If a/3 is equal to b/4 is equal to c/7, prove that a plus b plus c divided by c. I think questionൽ എന്തോ ഒരു മിസ്റ്റേക്ക്. 1 minute. ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ഇവിടെ ഈസ് ഈക്വൽ ടു 2 എന്ന് വേണമെന്നൊക്കെ. ടെക്സ്റ്റ് ബുക്ക് ഉള്ള ആളാണെങ്കിൽ അവിടെ 2 ഇല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ 2 വേണം. ഓക്കെ, അപ്പം നമ്മളോട് ഇങ്ങനെ തന്നിട്ട് പറയുന്നത് ഇത് പ്രൂവ് ചെയ്യാൻ a പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ സി ഈസ് ഈക്വൽ ടു 2 എന്ന് നിങ്ങളോട് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എനിക്കറിയാം മാത്സ് കുറേ പേര് BCom എടുത്ത് തന്നെ മാത്സ് ഇല്ല എന്ന് അറിഞ്ഞിട്ടായിരിക്കും പിന്നെ നിങ്ങൾ പെട്ട് എന്ത് കണ്ടപ്പോൾ ന്യൂമറിക്കൽ സ്കിൽസ് കണ്ടപ്പോൾ അല്ലേ. ബട്ട് നിങ്ങൾ ഇതിനെ മാത്സ് ആയിട്ടൊന്നും കണ്ട. ഇത് ശരിക്കും ഇപ്പം എന്താ നിങ്ങൾക്ക് അറിയുന്ന പോലെ മാത്രം ആലോചിച്ചാൽ മതി. ആദ്യം റേഷ്യോനെ നമ്മൾ ഇങ്ങനെ ഇടണം എന്നാണ് പഠിച്ചത് അല്ലേ. അത് ഈസി അല്ലേ ഇതിനെ ഫ്രാക്ഷൻ ആക്കാൻ. പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന കാര്യം മാത്രം തിങ്ക് ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെന്താ ഈ എ ബി ആ ഒരു കോൺസെപ്റ്റ്, അതായത് നമ്മൾ എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ കാണണ്ട, നിങ്ങൾ ഓരോ സ്റ്റെപ്പായി കണ്ടാൽ മതി. അത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫ്രാക്ഷൻ ആക്കണം, ഫ്രാക്ഷനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് അതേ അറിയുള്ളൂ പ്രപ്പോർഷനിൽ. അപ്പം നമുക്ക് അറിയുന്നത് അതാണെങ്കിൽ നമുക്ക് അത് തന്നെ അങ്ങോട്ട് ചെയ്യാം. അങ്ങനെ തിങ്ക് ചെയ്തിട്ട് നമ്മൾ ഈ കണക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ ഇത് ചെയ്യാൻ, നിങ്ങൾക്കും ഇപ്പം അറിഞ്ഞൂടാ. നമുക്ക് ആകെ അറിയാം ഇതിനെന്ത് ചെയ്യാനാ, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ എല്ലാം ചെയ്യാൻ വേണ്ടി മാത്രമേ അറിയുള്ളൂ. ആൻഡ് ഹിയർ 3 നമ്പേഴ്സും തന്നിട്ടുണ്ട്. അപ്പം എന്താ ചെയ്യാന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഒരു പുതിയൊരു പോയിന്റിൻ്റെ പ്രസക്തി. ആ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നിങ്ങൾ നോട്ടുണ്ടാക്കിയ ആൾക്കാരാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്ത് തന്നിട്ടുണ്ടാവും. അതിൽ ഇത് ഈ ഒരു നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഓക്കെ, ഈ ഒരു പ്രപ്പോർഷൻസിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നോക്കിയേ, ഇത് 48, ഇത് 48 അല്ലേ. ഇനിയും നമ്പേഴ്സ്, ഇനിയും ഇവിടെ ഈസ് ഈക്വൽ ടു വേറെ നമ്പർ. ഇപ്പം നമ്മളിതിപ്പം ഇങ്ങനെ A:B = C:D = E=F ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും, ഇതിപ്പം നമ്മൾ ഇത് 48 കിട്ടിയെങ്കിൽ, ഇതെല്ലാം പ്രപ്പോർഷനിലാണെങ്കിൽ എല്ലാം എന്ത് തന്നെ ആയിരിക്കും, 48 തന്നെ ആയിരിക്കും. നമ്മൾ എടുത്തിരിക്കുന്ന നമ്പേഴ്സ് എത്ര ആയിക്കോട്ടെ, ഓക്കെ, 4, 6, 8, 10 എത്ര ആയിക്കോട്ടെ, അത് പ്രപ്പോർഷൻ ആണെങ്കിൽ ഇതെല്ലാം, ഇത് A:B 48 ആണെങ്കിൽ C:D 48 ആയിരിക്കും, E:F 48 ആയിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ വേറെ എന്ത് നമ്പേഴ്സ് വരുന്നുണ്ടെങ്കിലും എല്ലാ നമ്പേഴ്സും 48 ആയിരിക്കും. ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ എഴുതിയ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സി, അപ്പം ഈ A/3 എന്ന് പറഞ്ഞാൽ എന്താടാ, A:3 ആണ്. അതിനെ നമ്മൾ ഫ്രാക്ഷനിൽ തന്നേ ഉള്ളൂ. B/4 എന്ന് പറഞ്ഞാൽ B:4 ആണ്. C/7 എന്ന് പറഞ്ഞാൽ C:7 ആണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ. അപ്പം ഞാൻ എന്താ പറഞ്ഞാൽ, ഇതെല്ലാം ഒരേ നമ്പർ ആയിരിക്കും അല്ലേ. ഇപ്പം നേരത്തെ 48 കിട്ടിയ പോലെ ഇതെല്ലാം ഒന്നായിരിക്കും. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, A/3 = B/4 = C/7 ഒരു നമ്പർ. ആ നമ്പറിനെ ഞാൻ K എന്ന് പറയുന്നു. ഏതോ ഒരു നമ്പറാണ് എന്നല്ലേ മീനിങ്. സോ ആ നമ്പറിനെ ഞാൻ K എന്ന് പറയുന്നു. ഓക്കെ, ഇനി നോക്ക്, ഇനി ഞാൻ ഇതിനെ ഒന്നുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതുവാണേ. A/3 അപ്പോൾ എത്രയായിരിക്കും, K ആയിരിക്കും. B/4 എത്രയായിരിക്കും, K ആയിരിക്കും. C/7 എത്രയായിരിക്കും, K ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോന്നും നേരത്തെ ചെയ്തതിലാണെങ്കിൽ ഓരോന്നും 48 ആണ്. അപ്പം ഇത് ചെയ്യുന്നത് ഓരോരോ പാർട്ടും 48 ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ, ഇത് K ആയിരിക്കും, ഇത് K ആണ്, ഇത് K ആണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കൂ, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ A = ഇത് ഡിവൈഡഡ് ബൈയിലുള്ള ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആവും. അപ്പോൾ A = എന്ത് കിട്ടി, 3K. ഇനി B, ഈ 4നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ B = 4K. ഇനി ഞാൻ C ഇവിടെ വെച്ച് 7നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഡിവൈഡഡ് ബൈ ഇങ്ങോട്ട് പോകുമ്പോൾ C = 7K. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എക്കൊരു വാല്യൂ കിട്ടി, ബിക്കൊരു വാല്യൂ കിട്ടി, സിക്കൊരു വാല്യൂ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്തിട്ട്, ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യേണ്ടത് A+B+C ഡിവൈഡഡ് ബൈ C = 2. A ഇപ്പം നമുക്ക് കിട്ടി എത്രയാ, 3K. B കിട്ടി 4K. C കിട്ടി 7K അല്ലേ. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഡിവൈഡഡ് ബൈ C എന്ന് പറഞ്ഞാൽ 7K =
2. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെ കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. 3 + 4 7, 7 + 7 14. അപ്പോൾ 14k. ഓക്കെ, ഡിവൈഡഡ് ബൈ 7k ഇസ് ഈക്വൽ ടു 2. രണ്ടിലും കെ ഉണ്ട്, അപ്പോൾ 2kയും പോയി. ഇനി 7ൽ 2 പ്രാവശ്യം. അപ്പോൾ ഇത് നമ്മൾ ആൻസർ നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് ഓർമ്മിക്കുക. ഇത് ഒരു നമ്പർ, ഇതും ഒരു നമ്പർ, ഇതെല്ലാം സെയിം ആയിരിക്കും. ഒരു നമ്പർ ആ 48നെ മനസ്സിൽ കൊണ്ടുവരിക. അപ്പം a/3 ഇസ് ഈക്വൽ ടു k, b/4 ഇസ് ഈക്വൽ ടു k, c/7 ഇസ് ഈക്വൽ ടു k. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് എക്കൊരു വാല്യൂ വെച്ചു, ബി കിട്ടി, സി കിട്ടി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് നമ്മൾ ഇതിനകത്തോട്ട് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം. അടുത്ത പ്രോബ്ലം നമ്പർ മറന്നുപോയി. ഞാനിപ്പോൾ തൽക്കാലം 5 എന്ന് എഴുതുന്നു. ഐ ഡോണ്ട് നോ. ഇനി അത് ഓക്കെ, 6 എന്ന് എഴുതണം കേട്ടോ. 6. ഓക്കെ, ഇഫ് A is to B is equal to 2 is to 3 and B is to C is equal to 4 is to 5. Find A is to B is to C. ഓക്കെ, ഞാൻ ചെയ്യും. നിങ്ങൾ ഇരുന്നിട്ട് ഒരു 1-2 പ്രാവശ്യം ഈ പ്രോബ്ലം റിവൈസ് ചെയ്താൽ ഓക്കെ ആവും. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാൻ നോക്കാം. സി, ഇവിടെ നോക്ക്. ഇവിടെ അത്ര എളുപ്പമല്ല, ബട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ A is to B is equal to 2 is to 3. ഓക്കെ, ഓക്കെ. ഇനി അതേപോലെ ഞാനിവിടെ എഴുതി B is to C is equal to 4 is to 5. ഇത് രണ്ടും നിങ്ങൾക്ക് അറിയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ഞാനവിടെ കോപ്പി ചെയ്തു. ഓക്കെ, അപ്പം നമ്മളൊന്ന് നോക്കിയേ. ഇതിലും ബി ഉണ്ട്, ഇതിലും ബി ഉണ്ട് അല്ലേ? ബിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്ന ആ ഒരു പാർട്ട് എവിടെയൊക്കെയാണ് വരുന്നത്? ഇതിതാണ് ബി, ഇതിതാണ് ബി. സംശയമുണ്ടോ? ഒന്നും കൂടെ പറയാണ്. ഇതിൽ ബി ഉണ്ട്, ഇതിൽ ബി ഉണ്ട്. കോമൺ ആണ് രണ്ടിലും. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ റേഷ്യോക്കകത്ത് ഇവിടെയാണ് ബി, ഈ ഒരു റേഷ്യോക്കകത്ത് ഇവിടെയാണ് ബി. ഇങ്ങനെയാണ് തന്നതെങ്കിൽ ഇതിലിങ്ങനെ കോമൺ ആയിട്ടൊരു സംഭവമുണ്ട്. A is to B is to C കാണാനാ പറയുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ടിനെയും ഒരു നമ്പർ ആവാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക. 3, 4. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക? 3നെ 4നെ കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഈ 3നെ 4നെ കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഈ 3നെന്ന് വെച്ചാൽ 3നെ ഒറ്റയ്ക്ക് നമുക്ക് ഇൻറ്റു ചെയ്യാൻ പറ്റില്ല. നമുക്കിത് ഫുള്ളായിട്ട് ഇൻറ്റു ചെയ്യണം. അപ്പം നമ്മൾ ഇതിനെ ഫുള്ളായിട്ട് ഈ 4നെ കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണ്. ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 2 × 4 8 ഈസ് ടു 3 × 4 12. ഇനി ഇതിനെ ഞാൻ ഈ 3നെ കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണ്, ഇതിനെ ഫുള്ളായിട്ട്. അപ്പം 3 × 4 12 ഈസ് ടു 3 × 5 15. ഓക്കെ അല്ലേ? ഇപ്പം നോക്കിയേ, ഇത് ഈക്വൽ ആയില്ലേ? അപ്പം ബി എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തായി? സെയിം ആയി. അപ്പോൾ ഏതാ ഇത്? ബി ഏതാ? 12. സി ഏതാ? 15. സോ ആൻസർ ഇസ് 8 ഈസ് ടു 12 ഈസ് ടു 15. അപ്പോൾ ബി എന്ന് പറയുന്നത് രണ്ടിലും ഉണ്ട്, കോമൺ ആണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ നമ്പർ ആക്കാൻ ട്രൈ ചെയ്യുക. ഒരേ നമ്പർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഇതിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, സോ ദിസ് ഇസ് യുവർ ഫൈനൽ ആൻസർ. ദിസ് ഇസ് A ഈസ് ടു B ഈസ് ടു C. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി. ഡിവൈഡ് 750 among A, B, C. ഓക്കെ, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളോട് പറയുന്നത് വേറെ എല്ലാം നോക്കണം, ബട്ട് ഇപ്പം നമ്മൾ ഇത് മാത്രം നോക്കുക. ഡിവൈഡ് 750. ഈ 750നെ
എക്കും ബിക്കും സിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണ്ടെങ്കിൽ എന്തറിയണം? A:B:C എത്രയാണെന്ന് അറിയണം അല്ലേ? റേഷ്യോ അറിഞ്ഞാലല്ലേ, നമ്മൾ നേരത്തെ ഒക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ, നേരത്തെ റേഷ്യോൻ്റെ ചാപ്റ്ററിൽ. അപ്പോൾ ഈ റേഷ്യോ അറിഞ്ഞാലേ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുക. അപ്പം നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? A:B:C. മുകളിൽ നമ്മൾ കണ്ടുപിടിച്ചത് A:B:C, അത് തന്നെയാണ് ചെയ്യേണ്ടത്. ബട്ട് ഡിഫറെൻറ്റ് വേറൊരു രീതിയിലാണ് ഇത് ചോദിച്ചതെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇതിനെ ഡിവൈഡ് ചെയ്യണം പോലും ABC-ക്ക്. അപ്പോൾ A:B:C അറിയണം. ഓക്കെ, സോ ദാറ്റ് ഓക്കെ A's ഷെയർ ഈസ് ടു B's ഷെയർ എന്നുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ ഭയങ്കര ചെറുത്, അതുകൊണ്ടാണ്. ഡിവൈഡ് 750 എമോങ് ABC. അപ്പം 750 എക്കും ബിക്കും സിക്കും കൊടുക്കണം. A's ഷെയർ ടു B's ഷെയർ, അതിൻ്റെ അർത്ഥം എന്താടാ? A:B is equal to 5:2 അല്ലേ? ഇനിയോ B's ഷെയർ is to C, അതായത് B:C is equal to 7:13. ഓക്കെ, അപ്പോൾ നമുക്ക് A:Bയും കിട്ടി, B:Cയും കിട്ടി. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുള്ള 5:2 7:13. അപ്പോൾ ഇവിടെ രണ്ടിലും കോമൺ B. അപ്പോൾ ഏത്? ഇതിനെ രണ്ടിനും സെയിം ആക്കണം. അപ്പോൾ ഈ മേലേത്തേനെ എന്തിനെ കൊണ്ട് ഇൻറ്റു ചെയ്യണം? 7നെ കൊണ്ട് ഇൻറ്റു ചെയ്യണം. താഴേത്തേനെ എന്തിനെ കൊണ്ട് ഇൻറ്റു ചെയ്യണം? 2നെ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 5 × 35 = 14. പിന്നെയോ 14:26 കിട്ടിയല്ലോ. അപ്പോൾ A:B:C റേഷ്യോ ഇവിടെ കിട്ടി. A:B:C is equal to 35, B 14, C 26. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് 750നെ എക്കും ബിക്കും സിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് എഴുതും? എൻ്റെ ഷെയർ അല്ലെങ്കിൽ എക്ക് കിട്ടുന്നത് 750 ഇൻറ്റു എൻ്റെ എത്രയാ? 35 ഡിവൈഡഡ് ബൈ 35 + 14 + 26 മൊത്തം 75. അതായത് 75 ഭാഗത്തിൽ 35 ഈ നമ്മുടെ ഏൻ്റെത്. അപ്പോൾ ഇത് ചെയ്താൽ ഏൻ്റെ കിട്ടും. ഇനി ബീൻ്റെതോ 750 ഇൻറ്റു 14 ബൈ ഫുൾ ആഡ് ചെയ്തിട്ടുള്ള 75. അതേപോലെ തന്നെ സീൻ്റെത് ഇവിടെ ചെയ്യാം. സീൻ്റെത് 750 ഇൻറ്റു 26 ബൈ ഫുൾ ആഡ് ചെയ്ത് 75. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് വേറൊരു പ്രോബ്ലം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എ മാൻ കംപ്ലീറ്റ് എ ജോബ് ഇൻ 7 days. ഒരാൾ ഒരു ജോലി 7 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഹൗ മെനി ഡേയ്സ് വിൽ ഇറ്റ് ടേക്ക് 9 men ടു കംപ്ലീറ്റ് ദ സെയിം ജോബ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് 7 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ 9 ആൾക്കാരുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി കംപ്ലീറ്റ് ചെയ്യും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഒരു ആൾ 7 ദിവസം, 9 ആൾ എത്ര ദിവസം അല്ലേ? ഒരാൾ 7 ദിവസം, 9 ആൾ എത്ര ദിവസം അല്ലേ? ഇവിടെ ഇൻറ്റു എഴുതുക, ഇവിടെ ഈസ് ഈക്വൽ ടു എഴുതുക, ഇവിടെ ഇൻറ്റു. ഓക്കെ, 1 man 7 days, 9 man എത്ര ഡേയ്സ്? അപ്പോൾ ഇവിടെ 7 is equal to 9x കിട്ടും. ദെൻ ഇവിടെ എക്സ് വരും, 7 ഇവിടെ ഉണ്ട്. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം 7/9. ഇതിനെ ഒന്നുകൂടെ ചുരുക്കുവാണെങ്കിൽ 0.78 ഡേയ്സ് കിട്ടും. ഓക്കെ, അഗെയിൻ ഞാൻ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. നോക്കി ഇവിടെ നോക്കാം. ഈ പ്രോബ്ലം 5 men dig a well in 12 days. How many days 12 men can dig the well? Okay, 5 ആൾ. ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കണേ മക്കളെ. സ്ക്രീൻഷോട്ട് എടുക്കുക, എഴുതിയെടുക്കുക. ഓക്കെ, 5 man 5 ആൾക്കാർ 12 ദിവസം. സോ ഞാൻ അതുപോലെ എഴുതാണ്. 5 ആൾ 12 ദിവസം. അങ്ങനെയാണെങ്കിൽ 12 ആൾ എത്ര ദിവസം അല്ല? ഇങ്ങനെയല്ലേ എഴുതുക. അപ്പോൾ ഇൻറ്റു അപ്പോൾ 5 × 12 60 is equal to 12x. So x is equal to 60/12.
5 days. ഓക്കെ അല്ലേ? 5 ആള് 12 ദിവസം, 12 ആള് എത്ര ദിവസം, അങ്ങനെ എഴുതുക, ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പ്രോബ്ലം ആ ബേസിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്ക്. ഇവിടെ 20 ആള് 20 men plow 120 acres in 15 days. അപ്പം 20 ആള് 15 ദിവസം. ബട്ട് ഇവിടെ പുതിയൊരു സാധനം കൂടെ വന്നു. എന്താ? ഒരു ജോബ് എന്നല്ല, ഇത് 120 ഏക്കർ ഇങ്ങനെ കിളക്കാന്നല്ല പറയാം, പ്ലോ ചെയ്യുക അല്ലേ? എനിവേ ഐ സാധനം. ഓക്കെ, സോ 20 men 15 days, 15 18. ഓക്കെ, ഇറ്റ് ഈസ് 18 കേട്ടോ, ഇവിടെ 18 അപ്പോൾ 20 men 18 days കൊണ്ട് 120 ഏക്കർ സ്ഥലം പ്ലോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 30 ആള്, അപ്പം ഇതിൻ്റെ ഇവിടെ 30 ആള് എത്ര ദിവസം എടുക്കും 80 ഏക്കർ ചെയ്യാൻ? അപ്പം 20ൻ്റെ നേരെ ഞാൻ 30 എഴുതി, ബിക്കോസ് 30 men ആണ്, 18 days, ബട്ട് ഇവിടെ ഡേയ്സ് മിസ്സിങ് ആണ്. ഇവിടെ എത്രയാ? 80 ഏക്കർ ഓഫ് ലാൻഡ്. ഓക്കെ, ഒന്നും കൂടെ നിങ്ങൾ നോക്ക് ഞാൻ എങ്ങനെ എഴുതിയെന്ന്. ഇതിനൊക്കെ ഓരോ ലോജിക് ഉണ്ട് മക്കളെ. ഞാനൊരു എളുപ്പത്തിന് നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങോട്ട് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. 20 ആള് 120 ഏക്കർ, നമ്മൾ നേരത്തെ കണക്കിൽ ഈ ഒരു സാധനമില്ല, അതുകൊണ്ട് ഞാൻ താഴെ എഴുതി. ഓക്കെ, 18 days. ഓക്കെ, ദെൻ 30 man എത്ര ദിവസം, ഇതിന് കറസ്പോണ്ടിങ് ഇവിടെ ഡേയ്സ് അറിയില്ല, 80 ഏക്കർ. ഓക്കെ, ഇനി ഞാൻ എഴുതാൻ പോകുന്ന നോക്കിക്കോ, ഇൻറ്റു ഡിവൈഡഡ് ബൈ ഈസ് ഈക്വൽ ടു. ഓക്കെ, ഒന്നുകൂടെ ഞാൻ എഴുതുന്ന നോക്കിക്കോ, 20 man പ്ലോ 120 ഏക്കർ ഇൻ 18 days. അങ്ങനെയാണെങ്കിൽ 30 man, ഇവിടെ 20ക്ക് കറസ്പോണ്ടിങ് 30, ഡേയ്സ് തന്നിട്ടില്ല, എക്സ് ഇട്ടു. 120ന് കറസ്പോണ്ടിങ് ഇവിടെ 80 ഏക്കർ. ഇനി ഇവിടെ ഇൻറ്റു ഡിവൈഡഡ് ബൈ നടുക്കൊരു ഈക്വൽ ടു. ഓക്കെ, ഇതിനൊരു ഇക്വേഷനൊക്കെ ഉണ്ട്. ഇക്വേഷൻ ഒന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ A/B ഡിവൈഡഡ് ബൈ C അങ്ങനെയൊക്കെ ഡിവൈഡഡ് ബൈ X എന്നൊക്കെ പറഞ്ഞു. സോ ഇതാണ് എളുപ്പം, നിങ്ങൾക്ക് എക്സാമിനേഷൻ ഓർമ്മയൊക്കെ വരാൻ ഇതാണ് നല്ലത്. അപ്പോൾ ഞാനിത് ഇനി ഒന്ന് സോൾവ് ചെയ്യാണ്. സോ ഇത് സോൾവ് ചെയ്താൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്നൊക്കെ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും, ബട്ട് ഞാൻ ഇത് ഇങ്ങോട്ടൊക്കെ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് കൊണ്ടാണ് ജസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇൻറ്റു ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ 18 × 20 ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. 260 കിട്ടും. ഡിവൈഡഡ് ബൈ 120 ഈസ് ഈക്വൽ ടു 30 × X, 30x ഡിവൈഡഡ് ബൈ 80. ഇനി ഇതെനിക്ക് എന്ത് ചെയ്യാം? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനെയും ചെയ്യുക. ഓക്കെ, സി ഹിയർ, ഇവിടെ 36 ആണ് വരിക അല്ലേ? 20 × 18 36. ഓക്കെ, സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 36 × 8 288. സി ഇവിടെ ഇങ്ങനെ കിട്ടും, 28800 ഇസ് ഈക്വൽ ടു, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. സോ എക്സ് ഇസ് ഈക്വൽ ടു, ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ 8 കിട്ടും കേട്ടോ. ഓക്കെ, ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഇവിടെ തന്നെ ഈ ആൻസർ നമുക്ക് കിട്ടും. ഇവിടെ നോക്കിക്കോളാം, ഇതിങ്ങനെ ഞാനിങ്ങനെ ക്ലോസ് മൾട്ടിപ്ലൈ ഒന്നും ചെയ്യാണ്ട് നോക്കിയേ, ഈ 0 പോയി ആണല്ലോ. അതെ, ഇനി ഇവിടെ 2 പോയി, ഇവിടെ പകരം 6 അല്ലേ? ഇനി ഇതോ 6ൽ 3, അപ്പോൾ ഈ ഭാഗത്ത് എല്ലാം പോയി, ഇവിടെ എന്തേ ഉള്ളൂ ഇനി 3 ഈസ് ഈക്വൽ ടു, ഇവിടെ ഇതും പോയി. ഇനി മേലെ എന്താ 3x, താഴെയോ 8. അപ്പോൾ ഇത് ഞാൻ താഴോട്ട് എഴുതാണ്. സോ ഇതിങ്ങനെ വരും, 3 ഈസ് ഈക്വൽ ടു 3x ബൈ 8. സോ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പം 3 × 8 24 ഈസ് ഈക്വൽ ടു 3x. സോ എക്സ് ഇവിടെ നിൽക്കും, 3 താഴേക്ക് വരും. സോ എക്സ് ഈസ് ഈക്വൽ ടു 8. ഓക്കെ, എങ്ങനെ ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. സോ ഇവിടെ ഏതാ സംഭവം? ഇത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതും നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഒരു പ്രോബ്ലം, എനിക്ക് എഴുതാൻ വയ്യ, നിങ്ങളിത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ. A can do a piece of work in 10 days while B can do the same work in 15 days. How much time it will take for both of them to do the work together? ഇവിടെ ക്വസ്റ്റ്യൻ്റെ മീനിങ്, എ എന്ന് പറയുന്ന ആൾ 10 ദിവസം എടുക്കും ഒരു ജോലി ചെയ്യാൻ,
ബി എന്ന് പറയുന്ന ആൾ അതേ ജോലി ചെയ്യാൻ 15 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ഈ ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യും? ഓക്കെ, അതെങ്ങനെ ചെയ്യാന്ന് നോക്കോ. ഇവിടെ എഴുതാം. അപ്പോൾ ഇത് എ ഒരു ജോലി 10 ദിവസം എടുക്കും, ബി ഒരു ജോലി 15 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ഈ ജോലി എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യാൻ? ഓക്കെ, ചെയ്യേണ്ട വഴികൾ നോക്കിക്കോ. പാർട്ട് ഓഫ് വർക്ക് എ ക്യാൻ ഡു ഇൻ എ ഡേ എന്ന് എഴുതുക. അതായത് ഒരു ദിവസം എ എത്ര ജോലി ചെയ്യും? 10 ദിവസമാണല്ലോ, ഇത് ഇങ്ങനെ എഴുതാം, 1/10. ഓക്കെ, ഇനി 2, പാർട്ട് ഓഫ് വർക്ക് ബി ക്യാൻ ഡു ഇൻ എ ഡേ. 15 ആണല്ലോ, നിങ്ങൾ എഴുതണം 1/15. ഓക്കെ, അപ്പം ഒരു ദിവസം രണ്ടുപേരും ചെയ്യുന്ന ജോലി എന്ന് എഴുതുക. പാർട്ട് ഓഫ് വർക്ക് എ ആൻഡ് ബി ക്യാൻ ഡു ടുഗെദർ. രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്നത് എങ്ങനെ? ഈക്വൽ ടു രണ്ടും പ്ലസ് ചെയ്യണം, 1/10 പ്ലസ് 1/15. അപ്പോൾ നമ്മളിവിടെ LCM കാണേണ്ടി വരും, അറിയാലോ, ബിക്കോസ് രണ്ടും വേറെ വേറെ ഡിനോമിനേറ്ററാണ്. അപ്പോൾ LCM കാണാൻ പണ്ട് നിങ്ങൾ സ്കൂളിൽ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. 5നെ കൊണ്ട് ചെയ്യുക, 2 കിട്ടും, 3 കിട്ടും, ഇനിയൊന്നുമില്ല. അപ്പോൾ 5 × 2 10, 10 × 3, അപ്പോൾ 30 ആണ് നമ്മുടെ LCM വരിക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 13 എഴുതി. 30 10ൽ എത്ര പ്രാവശ്യം പോവും? 3. സോ 1 × 3 3 പ്ലസ് 30 15ൽ എത്ര പ്രാവശ്യം പോവും? 2. അപ്പോൾ 1 × 2 2. അപ്പോൾ നമുക്കിവിടെ കിട്ടും 5/30 കിട്ടും അല്ലേ? ഈ 5/30നെ നമ്മൾ മുകളിൽ 1 വരുന്ന വിധം ചുരുക്കാൻ പറ്റുമോ നോക്കുക. ചുരുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് 1/6 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതിനെ നേരെ തിരിച്ചിട്ടാൽ മതി. ആൻസർ എത്ര ദിവസം എടുക്കും എന്നല്ല ചോദിച്ചത്, രണ്ടുപേരും ഒരുമിച്ച് ഈ ജോലി ചെയ്യാൻ. അപ്പം നിങ്ങൾ എഴുതുക, നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ഫോർ ഡൂയിങ് ഫുൾ ജോബ് 6 days. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു പ്രോബ്ലം, ഇതേപോലത്തെ ഒരു പ്രോബ്ലം കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എ ക്യാൻ കംപ്ലീറ്റ് എ ജോബ്, ഞാൻ ഫുൾ എഴുതൂലേ, എ ക്യാൻ കംപ്ലീറ്റ് എ ജോബ് 12 ദിവസം. ഓക്കെ, ബിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 6 ദിവസം. സെയിം. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ഈ ജോലി എപ്പോൾ കംപ്ലീറ്റ് ചെയ്യും? അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? പാർട്ട് ഓഫ് വർക്ക് ഇൻ എ ഡേ. അപ്പം അത് ഞാൻ എങ്ങനെ എഴുതും? 1/12 എന്ന് എഴുതുവേണ്ടത്. പിന്നെ അടുത്തത് പാർട്ട് ഓഫ് വർക്ക് ബി ക്യാൻ ഡു ഇൻ എ ഡേ. അത് ഞാൻ എഴുതും 6 ആണ്, 1/6 എന്ന് എഴുതും അല്ലേ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? രണ്ട് പേരിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ടുഗെദർ എന്ന് പറഞ്ഞ് ഇത് രണ്ടും ആഡ് ചെയ്യണം. ഓക്കെ, 1/6. ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ LCM കാണണം. LCM കണ്ടാൽ 12 കിട്ടുക. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ചെയ്യട്ടെ. അയ്യോ, കാണുന്നുണ്ടായിരുന്നില്ലേ? ഓക്കെ, 6 തന്നെ പോക്കാം. 2 കിട്ടും, 1. അപ്പോൾ 6 × 2 12. അപ്പോൾ 12യുടെ LCM കിട്ടും. 12ൽ 12 1, 1 × 1 1 പ്ലസ് 6ൽ 12 2, അപ്പോൾ ഇവിടെ 2. സോ ആൻസർ 3/12 ആണ്. സോ ഇതിനെന്ത് ചെയ്യണം? 1 ആവുന്ന വിധത്തിൽ നമ്മൾ കുറക്കണം. സോ ഇവിടെ 1/4 കിട്ടും. അപ്പോൾ ഞാൻ എന്തെഴുതും? നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ഫോർ, രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യാൻ എത്ര വേണമെന്ന് എഴുതും? 4 days. ക്ലിയർ അല്ലേ? ഓക്കെ, 4 days. ഇനി ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഇതാണ് നിങ്ങളുടെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പോൾ നമ്മൾ ചെയ്തതാ, പക്ഷേ ഞാനത് ക്വസ്റ്റ്യൻ മാറ്റിയതാണ്. നോക്കിക്കോ. എ കംപ്ലീറ്റ് ചെയ്യാൻ 12 days. ഞാനിവിടെ എഴുതാതെ. എ കംപ്ലീറ്റ് ചെയ്യാൻ 12 days. പിന്നെ എന്താ പറഞ്ഞത് നോക്കിയേ? വൈൽ എ ആൻഡ് ബി ടുഗെദർ കംപ്ലീറ്റ് ചെയ്യാൻ 4 days. ഇവിടെ ബീൻ്റെ അല്ല തന്നത്, എ ആൻഡ് ബി ഇത് ഇത്ര നാൾ നമ്മളിത് കണ്ടുപിടിക്കുക ചെയ്ത്. ഇവിടെ ഇത് രണ്ടും തന്നിട്ടുണ്ട് 4 days. അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് ഈ ജോലി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ചോദിച്ചത്. ഹൗ മെനി ഡേയ്സ് വിൽ ടേക്ക് ഫോർ ബി ടു കംപ്ലീറ്റ് ദ ജോബ് ബൈ ഹിംസെൽഫ്. സോ ഇവിടെ നേരത്തെ ചോദിച്ചത് ഇതായിരുന്നു, ഇവിടെ
നേരത്തെ ഇത് ഗിവൺ ആയിരുന്നു, ഇവിടെ ഇതാണ് ചോദിച്ചത്. സിമ്പിൾ സെയിം സ്റ്റെപ്പ്. അതെല്ലാം നിങ്ങൾ എഴുതണം. എന്ത്? പാർട്ട് ഓഫ് വർക്ക് എ ക്യാൻ ഡു ഇൻ എ ഡേ 1/12 എഴുതണേ ഇവിടെ. ഇനി ടുഗെദർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സാധനം കിട്ടിയത് 4 days. അപ്പോൾ നിങ്ങൾ എന്തെഴുതും? 1/4. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. 1/4 മൈനസ്, ഇവിടെ രണ്ടും പ്ലസ് അല്ലേ ചെയ്യില്ലേ, ഇവിടെ ഇത് ആദ്യം എഴുതണം. 1/4 മൈനസ് 1/12. ടുഗെദർ ഈ 1/4 ആദ്യം എഴുതുക, മൈനസ് ഈ ഒരു നമ്പർ. സോറി, സ്റ്റാൻഡ് തട്ടിപ്പോയി. 4ൻ്റെയും 12ൻ്റെയും LCM 12 കിട്ടാം. നോക്കാം. 4ൽ തന്നെ ഇവിടെ 1, ഇവിടെ 3. അപ്പോൾ 4 × 3 12. അപ്പോൾ 12 കിട്ടും. 12ൽ 4 3 പ്രാവശ്യം. സോ 3 ഇവിടെ എഴുതും. 12 1, സോ 1. സോ ആൻസർ 2/12 ആണ്. ഇങ്ങനെ നമുക്ക് ആൻസർ പറ്റൂല. നമുക്കിത് എന്താക്കി കൊണ്ടുവരണം? 1 ആക്കണം. അപ്പോൾ 1/6 ആണ്. സോ നമ്മുടെ ആൻസർ ബിക്ക് ഒറ്റക്ക് ഈ ജോലി ഹിംസെൽഫ് ഒറ്റക്ക് ചെയ്യണമെങ്കിൽ എത്ര ദിവസം വേണമെന്ന് എഴുതും? 6 days. ഓക്കെ അല്ലേ? സോ ഇതും ആ ഒരു മോഡൽ ആണ്. ഓക്കെ. സോ ഇതിൽ ഞാൻ ഏകദേശം ചെയ്തിട്ടുണ്ട് വരുമെന്ന് തോന്നുന്നത്. ഇതാണ് അതിൻ്റെ എക്സസൈസ് പാർട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തു നോക്കാം, എൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പോൾ ഇത് വലിയ ഈസി ഒന്നും വെച്ചാൽ മാത്സ് ഇഷ്ടമുള്ള ആൾക്ക് നല്ല ഈസി ആയിരിക്കും. അല്ലാത്ത ആൾ ഇഷ്ടപ്പെടാണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ഈ ചാപ്റ്റർ ഉണ്ടല്ലോ സിലബസിനകത്ത്. സോ പഠിക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് ന്യൂമറിക്കൽസിൽ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും എടുക്കുക.